സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹിഡൻ പ്ലേസിലോട്ടാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനും മണികണ്ഠനും ഉണ്ട്. വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കാം. നല്ല ഒരു അന്തരീക്ഷമാണ്. പ്രകൃതി കനിഞ്ഞ് നൽകിയ ഒരു നല്ല അന്തരീക്ഷമാണ്. ഏറെ കുറേ പേർക്കും ഈ സ്ഥലം അറിയായിരിക്കും എവിടെയാണെന്ന്. ഇത് നമ്മളെ റോഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് കയറിയാൽ പിന്നെ വരുന്നത് നമ്മളെ കിള്ളിയാറാണ്. കിള്ളിയാറിലോട്ട് വന്ന് നിൽക്കാം. ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട്. മൊത്തം മുളകളാൽ സമ്പുഷ്ടമായ ഒരു ആറ്റിൻ്റെ കരയാണ്. കണ്ടില്ലേ, ഇവിടെ മൊത്തം മുള കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമുക്ക് ഏതാണ്ട് ആ കാണുന്ന പാറയുടെ അതുവരെ പോകാൻ കഴിയും. ഇവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്, സൂക്ഷിച്ച് വരണം. വൈകുന്നേര സമയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം. കുറച്ച് ദൂരം നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമായി. ഇത് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട് കഴിഞ്ഞിട്ടാണ്. മഴ സമയങ്ങളിലൊക്കെ ഏതാണ്ട് നമ്മളിപ്പോൾ നടന്നു പോകുന്ന അത്രയും തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, കൊള്ളാം. ഇതാണ് ഈ വഴിയുടെ അവസാനത്തെ ഭാഗം. ഒരു വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസിനും സമയം ചെലവഴിക്കാനൊക്കെ കഴിയും. കുറച്ചുകൂടെ വെള്ളം കൂടുതലുള്ള സമയത്ത് അതീവ സുന്ദരമാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഇവിടെ കുറച്ചുകൂടെ വെള്ളം, ഇവിടെ കുളിക്കലും തുണി അലക്കലൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് അല്ലല്ലേ, അവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ അതിഥികളെന്ന് പറയുന്നത് നമ്മുടെ വാനര സംഘമാണ്. ഒരുപാടുണ്ട്. എന്തെങ്കിലും പൊരിയോ കടലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളെപ്പോലെ ഈ ചെറിയ ചെറിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ദയവായി മറക്കാതിരിക്കുക. നമ്മുടെ വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്.